So next topic, module 3, next topic, properties of Fourier transform. Properties of Fourier transform. അപ്പോൾ എങ്ങനെയാണ് Fourier transform ചെയ്യുക എന്നുള്ളത് നമ്മൾ പഠിച്ചു. ഓക്കെ, if the given function is x of t, then its Fourier transform x of omega is equal to integral minus infinity to infinity x of t e raised to minus j omega t dt. Okay, so then properties of Fourier transform. First one, linearity property of Fourier transform. എങ്ങനെ ചെയ്യാം ഇത്? അതായത് ലീനിയാരിറ്റി പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ അവർക്കറിയാം, ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് എ എക്സ് ഓഫ് ടി പ്ലസ് ബി വൈ ഓഫ് ടി ഇസ് ഈക്വൽ ടു എ ഇൻറ്റു ക്യാപിറ്റൽ എക്സ് ഓഫ് ഒമേഗ പ്ലസ് ബി ഇൻറ്റു വൈ ഓഫ് ഒമേഗ. അപ്പോൾ ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് എ എക്സ് ഓഫ് ടി പ്ലസ് ബി വൈ ഓഫ് ടി ഇസ് ഈക്വൽ ടു എ ഇൻറ്റു എക്സ് ഓഫ് ഒമേഗ പ്ലസ് ബി ഇൻറ്റു വൈ ഓഫ് ഒമേഗ. പ്രൂഫ് LHS ആദ്യം എടുക്കുക. ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് എ എക്സ് ഓഫ് ടി പ്ലസ് ബി വൈ ഓഫ് ടി ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എ എക്സ് ഓഫ് ടി പ്ലസ് ബി വൈ ഓഫ് ടി ഇൻറ്റു, അതായത് എക്സ് ഓഫ് ടി ആണ് തന്നിരിക്കുന്ന ഫംഗ്ഷൻ, ദാറ്റ് ഈസ് എ എക്സ് ഓഫ് ടി പ്ലസ് ബി വൈ ഓഫ് ടി ഇൻറ്റു ഇ റേസ് ടു മൈനസ് ജെ ഒമേഗ ടി ഡി ടി. അതല്ലേ കോമൺ ഫോർമുല, എക്സ് ഓഫ് ടി ഇ റേസ് ടു മൈനസ് ജെ ഒമേഗ ടി ഡി ടി. എക്സ് ഓഫ് ടി എന്ന് പറഞ്ഞാൽ എന്താ? എ എക്സ് ഓഫ് ടി പ്ലസ് ബി വൈ ഓഫ് ടി ഇൻറ്റു ഇ റേസ് ടു മൈനസ് ജെ ഒമേഗ ടി ഡി ടി. അടുത്ത സ്റ്റെപ്പിൽ ബ്രാക്കറ്റ് ആയതുകൊണ്ട് അതിനെ സ്പ്ലിറ്റ് അപ്പ് ചെയ്ത് എഴുതി. എന്താ വരിക? ഇൻ്റഗ്രൽ സ്പ്ലിറ്റ് അപ്പ് വരുമ്പോൾ ഇൻ്റഗ്രേഷൻ സ്പ്ലിറ്റ് അപ്പ് വരും അല്ലേ? നേരത്തെ പ്രോബ്ലത്തിൽ നമ്മൾ ചെയ്തില്ലേ? അപ്പോൾ ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എ എക്സ് ഓഫ് ടി ഇ റേസ് ടു മൈനസ് ജെ ഒമേഗ ടി ഡി ടി പ്ലസ് അടുത്തതിൽ ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ബി വൈ ഓഫ് ടി ഇ റേസ് ടു മൈനസ് ജെ ഒമേഗ ടി ഡി ടി. അപ്പോൾ നോക്കൂ, അതിലേതാ കോമൺ ആയ കോൺസ്റ്റൻറ്റ്? ഫസ്റ്റത്തെ ഇൻ്റഗ്രേഷൻ ഏതാ കോൺസ്റ്റൻറ്റ്? എ പുറത്തേക്ക് എടുത്തു, എ ഇൻറ്റു ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എക്സ് ഓഫ് ടി ഇ റേസ് ടു മൈനസ് ജെ ഒമേഗ ടി ഡി ടി പഠിച്ചു വെച്ചിട്ടില്ലേ? എന്താ? എക്സ് ഓഫ് ഒമേഗ. ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എക്സ് ഓഫ് ടി ഇ റേസ് ടു മൈനസ് ജെ ഒമേഗ ടി ഡി ടി മീൻസ് ക്യാപിറ്റൽ എക്സ് ഓഫ് ഒമേഗ. അപ്പോൾ എ ഇൻറ്റു ക്യാപിറ്റൽ എക്സ് ഓഫ് ഒമേഗ പ്ലസ് അടുത്തതിൽ ഏതാ കോൺസ്റ്റൻറ്റ്? ബി പുറത്തേക്ക് എടുത്തു, ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി വൈ ഓഫ് ടി ഇ റേസ് ടു മൈനസ് ജെ ഒമേഗ ടി. ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എക്സ് ഓഫ് ടി ഇ റേസ് ടു മൈനസ് ജെ ഒമേഗ ടി ഡി ടി എക്സ് ഓഫ് ഒമേഗ ആണെങ്കിൽ ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി വൈ ഓഫ് ടി ഇ റേസ് ടു മൈനസ് ജെ ഒമേഗ ടി ഡി ടി എന്താ വരിക? ക്യാപിറ്റൽ വൈ ഓഫ് ഒമേഗ. അപ്പോൾ ഫൈനൽ ആൻസർ ഈസ് ഓവർ എ എക്സ് ഓഫ് ഒമേഗ പ്ലസ് ബി വൈ ഓഫ് ഒമേഗ ഇസ് ഈക്വൽ ടു ആർ എച്ച് എസ്. അപ്പോൾ LHSൽ നിന്ന് RHS എത്തി. LHS is equal to RHS. So proof is over. So this is the linearity property of Fourier transform. എക്സാമിന് 5 മാർക്കിൻ്റെ ക്വസ്റ്റൻ ഒക്കെ ചോദിക്കാറുണ്ട്. പ്രോപ്പർട്ടീസ് ഓഫ് Fourier transform. നെക്സ്റ്റ് വൺ, ടൈം ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി. ടൈം ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി ഓഫ് Fourier transform. എങ്ങനെയാണ് ടൈം ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി ചെയ്യുക? നോക്കൂ, ടൈമിലാണ് ഷിഫ്റ്റിംഗ്, ഫ്രീക്വൻസിയിലല്ല. അവിടെ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ നമ്മൾ സെക്കൻഡ് മൊഡ്യൂളിൽ പറഞ്ഞു, ഫ്രീക്വൻസി മീൻസ് എസ് ഡൊമെയിൻ ആണ്. എസിൻ്റെ സ്ഥാനത്താണ് ഇവിടെ ജെ ഒമേഗ പറഞ്ഞത് കേട്ടോ. എസിൻ്റെ സ്ഥാനത്താണ് ഇവിടെ ജെ ഒമേഗ വരിക. ദർ ആർ സോ മെനി സിമിലാരിറ്റീസ് ബിറ്റ്വീൻ Fourier transform ആൻഡ് ലാപ്ലാസ് ട്രാൻസ്ഫോം. അപ്പോൾ അവിടെ എസ് എന്ന് പറയുന്നിടത്താണ് ഇവിടെ ജെ ഒമേഗ വരിക കേട്ടോ. അപ്പോൾ ഫ്രീക്വൻസി ഡൊമെയിൻ എന്ന് പറഞ്ഞാൽ എസ് ഡൊമെയിൻ അല്ല, ജെ ഒമേഗയുടെ ഭാഗമാണ്. ഇവിടെ ടൈം ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ടൈമിലാണ് ഷിഫ്റ്റിംഗ്. അപ്പോൾ എക്സ് ഓഫ് ടി മൈനസ് ടി സീറോയുടെ Fourier transform. Fourier transform of x of t minus t0 is equal to x of omega into e raised to minus j omega t0. x of omega into e raised to minus j omega t0. അതിൻ്റെ പ്രൂഫ് നോക്കാം കേട്ടോ, അത് നമുക്ക് പ്രൂവ് ചെയ്യണം. അപ്പോൾ x of t minus t0 എന്നുള്ളതിൻ്റെ Fourier transform ഓഫ് x of t minus t0 is equal to ഇൻ്റഗ്രൽ പ്രൂഫ്. ആൻസർ നമുക്ക് കിട്ടി. എന്താ കിട്ടിയത്? x of omega into e raised to minus j omega 0 t. സോറി, e raised to minus j omega t0. ആൻസർ എക്സ് ഓഫ് ഒമേഗ ഇൻറ്റു ഇ റേസ് ടു മൈനസ് ജെ ഒമേഗ ടി സീറോ. അത് നമുക്ക് എത്തിക്കണം, പ്രൂവ് ചെയ്യണം. അപ്പോൾ LHS എടുത്തു ആദ്യം. Fourier transform ഓഫ് എക്സ് ഓഫ് ടി മൈനസ് ടി സീറോ ഇസ് ഈക്വൽ ടു എന്താ? ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എക്സ് ഓഫ് ടി. എക്സ് ഓഫ് ടി മീൻസ് ഇവിടുത്തെ ഫംഗ്ഷൻ എക്സ് ഓഫ് ടി മൈനസ് ടി സീറോ ഇ റേസ് ടു മൈനസ് ജെ ഒമേഗ ടി ഡി ടി. എന്തിൻ്റെ Fourier transform ആണോ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ അത് ഇൻറ്റു ഇ റേസ് ടു മൈനസ് ജെ ഒമേഗ ടി ഡി ടി. ഇവിടെ എന്തിൻ്റെയാണ് Fourier transform കണ്ടുപിടിക്കാൻ പറഞ്ഞത്? എക്സ് ഓഫ് ടി മൈനസ് ടി സീറോ. അപ്പോൾ അത് ഇൻറ്റു ഇ റേസ് ടു മൈനസ് ജെ ഒമേഗ ടി ഡി ടി. ഇനി ഞാനിതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പോവാം. അതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ടി മൈനസ് ടി സീറോ, ഈ ടൈം ഡിലേഡ് ഫംഗ്ഷൻ വരുമ്പോൾ നമ്മൾ എപ്പോഴും ചെയ്യേണ്ടത് അതിനെ വേറൊരു പാരാമീറ്ററിലേക്ക്, വേറൊരു വേരിയബിളിലേക്ക് മാറ്റുക. സോ ടി മൈനസ് ടി സീറോ ഈസ് ഈക്വൽ ടു പി എന്ന് കൊടുത്ത്, ഏത് വേണമെങ്കിലും ലെറ്റർ കൊടുക്കാം കേട്ടോ, പി എന്നോ കെ എന്നോ എങ്ങനെ വേണമെങ്കിൽ കൊടുക്കാം. ഞാൻ ലെറ്റർ ടി മൈനസ് ടി സീറോ ഈസ് ഈക്വൽ ടു പി. അപ്പോൾ ടി എന്നുള്ള ടേമിനെയൊക്കെ നമുക്ക് പിയിലേക്ക് ആക്കാൻ നോക്കാം. അപ്പോൾ ടി മൈനസ് ടി സീറോ ഇസ് ഈക്വൽ ടു പി. റൈറ്റ് സൈഡിൽ ഒരു ബ്ലൂ ലെറ്ററിൽ കുറച്ച് ക്ലാരിറ്റി കുറവുണ്ട്, എന്നാലും ശ്രദ്ധിക്കുക. ടി മൈനസ് ടി സീറോ ഇസ് ഈക്വൽ ടു പി.
അപ്പോൾ ടി ഈസ് ഈക്വൽ ടു എന്താ വരിക, പി പ്ലസ് ടി സീറോ. അപ്പോൾ ടീനെ നമുക്ക് പി പ്ലസ് ടി സീറോ എന്ന് എഴുതാം. ഓക്കെ, ടി മൈനസ് ടി സീറോനെ പി എന്ന് എഴുതാം. ടി എന്നുള്ളത് ഈ മൈനസ് ടി സീറോ അപ്പുറത്തേക്ക് പോകുമ്പോൾ പി പ്ലസ് ടി സീറോ. ഇനി ഇവിടെ ഡിഫറൻഷിയേഷൻ നമുക്ക് ഇതിലത്തെ എല്ലാ ടേമിനെയും മാറ്റണം. ടി മൈനസ് ടി സീറോ, ആ ഫസ്റ്റത്തെ ലൈനിലേക്ക് ശ്രദ്ധിക്കുക, എക്സ് ഓഫ് ടി മൈനസ് ടി സീറോ എന്നുള്ളതിന് എക്സ് ഓഫ് പി എന്ന് എഴുതാം. ഇനി ഇ റൈസ് ടു മൈനസ് ജെ ഒമേഗ ടി, അപ്പോൾ ആ ടീനെ മാറ്റണ്ടേ, ടിക്ക് പകരം നമുക്ക് എന്താ എഴുതാം, പി പ്ലസ് ടി സീറോ അല്ലേ. അപ്പോൾ നോക്കൂ, ഇൻ്റഗ്രൽ സെക്കൻഡ് സ്റ്റെപ്പ് നോക്കൂ, മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എക്സ് ഓഫ് ടി മൈനസ് ടി സീറോ ഇസ് ഈക്വൽ ടു പി എന്ന് വിചാരിച്ചു നമ്മൾ, അത് റൈറ്റ് സൈഡിൽ എഴുതിയിട്ടുണ്ട്. പിന്നെ ഇ റൈസ് ടു മൈനസ് ജെ ഒമേഗ ഇൻറ്റു ടി, ടി എന്ന് പറഞ്ഞാൽ എന്താ, ടി മൈനസ് ടി സീറോ പി ആണെങ്കിൽ ടി ഇസ് ഈക്വൽ ടു എന്താ വരിക, പി പ്ലസ് ടി സീറോ. ഇനി ഡി ടീനെ മാറ്റണം, അങ്ങനെ ഡി ടിയെ മാറ്റുക, നോക്കുക, ഡി ടി എന്നുള്ളത് ഓട്ടോമാറ്റിക്കലി ഡി പി ആയിട്ട് വരും. ഡി ടി എന്നുള്ളത് ഡി പി, അതെങ്ങനെയാണ് വരിക എന്നുള്ള സംശയം ഉണ്ടെങ്കിൽ സംശയമുള്ളവർ നോക്കുക, റൈറ്റ് സൈഡിലേക്ക് നോക്കുക. ടി മൈനസ് ടി സീറോ ഇസ് ഈക്വൽ ടു പി. ഐ എം ഗോയിങ് ടു ഡിഫറൻഷിയേറ്റ് ദിസ് ഇക്വേഷൻ വിത്ത് റെസ്പെക്ട് ടു പി. അപ്പോൾ ഡി ടി ബൈ ഡി പി ഇസ് ഈക്വൽ, ഡി ടി ബൈ ഡി പി മൈനസ് വിത്ത് റെസ്പെക്ട് ടു പി എന്ന് പറയുമ്പോൾ ടി സീറോ കോൺസ്റ്റൻ്റ് ആണ് അല്ലേ. അപ്പോൾ ടി ടൈം ഫംഗ്ഷനാണ്, ടി സീറോ എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ്, ടി മൈനസ് ടു, ടി മൈനസ് ത്രീ, ടി എന്ന് പറയുന്നത് ടൈം ഫംഗ്ഷനാണ്, ടി സീറോ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻ്റ് ആണ്, അത് 2 ആകാം 3 ആകാം, ഏത് വാല്യൂ വേണമെങ്കിൽ ആകാം. അപ്പോൾ വിത്ത് റെസ്പെക്ട് ടു പി നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ടി ഒരു ഫംഗ്ഷൻ ആയതുകൊണ്ട് ഡി ബൈ ഡി പി ഓഫ് ടി ഈസ് ഈക്വൽ ടു ഡി ടി ബൈ ഡി പി അല്ലേ, മൈനസ് ടി സീറോ കോൺസ്റ്റൻ്റ് അല്ലേ, ഒരു കോൺസ്റ്റൻ്റ് വാല്യൂ ആണത്, അപ്പോൾ അതുകൊണ്ട് അത് സീറോ വന്നു, ഇസ് ഈക്വൽ ടു അടുത്തത് ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് എന്താ, എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താ വരിക, ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് എത്രയാണ് 1. അപ്പോൾ ഡി ബൈ ഡി പി ഓഫ് പി എത്രയാണ് വരണേ 1. അപ്പോൾ വിത്ത് റെസ്പെക്ട് ടു പി ഞാൻ ആ ഇക്വേഷനെ ഡിഫറൻഷിയേറ്റ് ചെയ്തപ്പോൾ എനിക്ക് കിട്ടി ഡി ടി ബൈ ഡി പി ഇസ് ഈക്വൽ ടു 1. ഡി ടി ബൈ ഡി പി ഇസ് ഈക്വൽ ടു 1 ആണെങ്കിൽ എന്താ വരിക, ഡി ടി ഇസ് ഈക്വൽ ടു ഡി പി. അപ്പോൾ ഒന്നും ചെയ്യേണ്ട, ആ അപ്പോൾ അതാണ് അങ്ങനെ കിട്ടിയത്. ഇനിയിപ്പോൾ അഥവാ കിട്ടിയത് മനസ്സിലായില്ലെങ്കിലും നിങ്ങൾ ഡി ടി എന്ന് കണ്ടു കഴിഞ്ഞാൽ ധൈര്യമായിട്ട് അങ്ങനെ ഡി പി എന്ന് എഴുതിയാൽ മതി. പ്രോപ്പർട്ടീസ് ഓഫ് ഫോറിയർ ട്രാൻസ്ഫോം ആയതുകൊണ്ട് ഇതിങ്ങനെ അല്ലാതെ വേറെ വിധത്തിൽ ചോദിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ധൈര്യമായിട്ട് അങ്ങോട്ട് പഠിച്ചോളൂ. മനസ്സിലാവാത്തവർ, ആ ഭാഗം മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ യു ക്യാൻ സ്റ്റഡി ലൈക്ക് ദാറ്റ്. ഡി ടി എ ഡി പി എന്നങ്ങോട്ട് എഴുതുക, ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എക്സ് ഓഫ് പി ഇ റൈസ് ടു മൈനസ് ജെ ഒമേഗ ഓഫ് പി പ്ലസ് ടി സീറോനെ ബ്രാക്കറ്റ് മാറ്റി, അപ്പോൾ ഇ റൈസ് ടു മൈനസ് ജെ ഒമേഗ പി ഇൻറ്റു ഇ റൈസ് ടു മൈനസ് ജെ ഒമേഗ ടി സീറോ അല്ലേ. എ റൈസ് ടു എം പ്ലസ് എൻ ഇസ് ഈക്വൽ ടു എന്താ വരിക, എ റൈസ് ടു എം ഇൻറ്റു എ റൈസ് ടു എൻ. അപ്പോൾ ഇ റൈസ് ടു മൈനസ് ജെ ഒമേഗ പി ഇൻറ്റു ഇ റൈസ് ടു മൈനസ് ജെ ഒമേഗ ടി സീറോ ഡി പി. ഇതിൽ ഇ റൈസ് ടു മൈനസ് ജെ ഒമേഗ ടി സീറോ എന്ന് പറഞ്ഞ കോൺസ്റ്റൻറ്റ് അത് പുറത്തേക്ക് എടുത്തു, കാരണം അതിൽ പി ടൈം ഒന്നും ഇല്ലല്ലോ. അപ്പോൾ ഇ റൈസ് ടു മൈനസ് ജെ ഒമേഗ ടി സീറോ പുറത്തേക്ക് എടുത്തു. അപ്പോൾ ഇ റൈസ് ടു മൈനസ് ജെ ഒമേഗ ടി സീറോ ഇൻറ്റു ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി, ബാക്കിയെല്ലാം അതേപോലെ തന്നെ എഴുതിയിട്ടോ, എക്സ് ഓഫ് പി ഇ റൈസ് ടു മൈനസ് ജെ ഒമേഗ പി ഡി പി. ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എക്സ് ഓഫ് ടി ഇ റൈസ് ടു മൈനസ് ജെ ഒമേഗ ടി ഡി ടി എ എക്സ് ഓഫ് ഒമേഗ എന്ന് എഴുതാമെങ്കിൽ ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എക്സ് ഓഫ് പി ഇ റൈസ് ടു മൈനസ് ജെ ഒമേഗ പി ഡി പി എ നമുക്ക് എന്ന് എഴുതാം, എക്സ് ഓഫ് ഒമേഗ. അപ്പോൾ നമ്മളുടെ ആൻസർ എന്തായി, എക്സ് ഓഫ് ടി മൈനസ് ടി സീറോൻ്റെ ഫോറിയർ ട്രാൻസ്ഫോം കിട്ടി, ഇ റൈസ് ടു മൈനസ് ജെ ഒമേഗ ടി സീറോ ഇൻറ്റു എക്സ് ഓഫ് ഒമേഗ ഇസ് ഈക്വൽ ടു ആർ എച്ച് എസ് അല്ലേ. അപ്പോൾ എക്സ് ഓഫ് ടി മൈനസ് ടി സീറോൻ്റെ ഫോറിയർ ട്രാൻസ്ഫോം എന്താ, എക്സ് ഓഫ് ഒമേഗ ഇൻറ്റു ഇ റൈസ് ടു മൈനസ് ജെ ഒമേഗ ടി സീറോ. ബൈ ഹാർട്ട് പഠിക്കണം. എക്സ് ഓഫ് ടി മൈനസ് ടി സീറോയുടെ ഫോറിയർ ട്രാൻസ്ഫോം ഇ റൈസ് ടു മൈനസ് ജെ ഒമേഗ ടി സീറോ ഇൻറ്റു എക്സ് ഓഫ് ഒമേഗ. അപ്പോൾ അതും നമ്മൾ പ്രൂവ് ചെയ്തു. ദെൻ നെക്സ്റ്റ് പ്രോപ്പർട്ടി, അപ്പോൾ ലീനിയാരിറ്റി പ്രോപ്പർട്ടി പഠിച്ചു, ടൈം ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി പഠിച്ചു. ദെൻ വൺ മോർ, ഫ്രീക്വൻസി ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി. എന്താണ് ഫ്രീക്വൻസി ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി? നോക്കൂ, ഫ്രീക്വൻസിയിലാണ് ഷിഫ്റ്റ്. ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ എസ് അല്ല ജെ ഒമേഗ, ലാപ്ലാസിലാണ് എസ്. ഇവിടെ ആകുമ്പോൾ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ എസിന് പകരം ജെ ഒമേഗ. അപ്പോൾ എന്താ വരിക, ജെ ഒമേഗ എക്സ് ഓഫ് ഒമേഗ എന്നുള്ളതിന് പകരം വേണമെങ്കിൽ എക്സ് ഓഫ് ജെ ഒമേഗ എന്ന് എഴുതാം. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എക്സ് ഓഫ് ഒമേഗ എന്നുള്ളതിന് പകരം എക്സ് ഓഫ് ജെ ഒമേഗ. ഇനി കൺഫ്യൂഷൻ വേണ്ട, ഏതെങ്കിലും ഒന്നും ഉറപ്പിക്കുക, എപ്പോഴും എക്സ് ഓഫ് ഒമേഗ എന്ന് എഴുതുന്നതായിരിക്കും ബെറ്റർ. ക്വസ്റ്റ്യൻ പേപ്പറിൽ എക്സ് ഓഫ് ഒമേഗ എന്ന് കണ്ടു കഴിഞ്ഞാലും എക്സ് ഓഫ് ജെ ഒമേഗ എന്ന് കണ്ടു കഴിഞ്ഞാലും പേടിക്കേണ്ട എന്ന് വെച്ചിട്ട് ഞാൻ പറഞ്ഞത് മാത്രം. അപ്പോൾ നമ്മളെപ്പോഴും എക്സ് ഓഫ് ഒമേഗ എന്ന് എഴുതിയാൽ മതി കേട്ടോ. അപ്പോൾ ഫോറിയർ ട്രാൻസ്ഫോം ഓഫ് എക്സ് ഓഫ് ടി ഇ റൈസ് ടു ജെ ഒമേഗ 0 ടി ഇസ് ഈക്വൽ ടു ഫോറിയർ ട്രാൻസ്ഫോം ഓഫ് എക്സ് ഓഫ് ടി ഇ റൈസ് ടു ജെ ഒമേഗ 0 ടി ഇസ് ഈക്വൽ ടു എക്സ് ഓഫ് ഒമേഗ മൈനസ് ഒമേഗ 0. അപ്പോൾ ഏതെല്ലാം ഷിഫ്റ്റിംഗ് വന്നാണ്? ഫ്രീക്വൻസിയിൽ. ഒമേഗ എന്ന് പറയുന്നത് ഫ്രീക്വൻസിയാണ്, ഒമേഗ 0 ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ ആണ്. അപ്പോൾ എക്സ് ഓഫ് ഒമേഗ മൈനസ് ഒമേഗ 0 ആണ് ഏതിൻ്റെ ഫോറിയർ ട്രാൻസ്ഫോം? എക്സ് ഓഫ് ടി ഇ റൈസ് ടു ജെ ഒമേഗ 0 ടി. അപ്പോൾ എന്താ ഫ്രീക്വൻസി ഷിഫ്റ്റിംഗ് എന്ന് പറയാൻ കാരണം? ഷിഫ്റ്റിംഗ് ടേക്സ് പ്ലേസ് ഇൻ ഫ്രീക്വൻസി. മറ്റേലോ ടൈമിലാണ്, എക്സ് ഓഫ് ടി മൈനസ് ടി 0 ടൈമിലാണ് ഷിഫ്റ്റിംഗ്, ഇവിടെ ഫ്രീക്വൻസിയിലാണ് ഷിഫ്റ്റിംഗ്. ഓക്കെ, ദെൻ അപ്പോൾ അതിൻ്റെ പ്രൂഫ്
ഫോറിയർ ട്രാൻസ്ഫോം ഓഫ് എക്സ് ഓഫ് ടി ഇ റേസ് ടു ജെ ഒമേഗ 0 ടി ഇസ് ഈക്വൽ ടു കാണാണ്ട് പഠിക്കണം കേട്ടോ, എല്ലാ പ്രോപ്പർട്ടിയും കാണാതെ പഠിക്കണം. ഫോറിയർ ട്രാൻസ്ഫോം ഓഫ് എക്സ് ഓഫ് ടി ഇ റേസ് ടു ജെ ഒമേഗ 0 ടി ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ -ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എക്സ് ഓഫ് ടി ഇ റേസ് ടു എന്താണ് ഫംഗ്ഷൻ ഇവിടുത്തെ എക്സ് ഓഫ് ടി ഇ റേസ് ടു ജെ ഒമേഗ 0 എന്താണോ ഫംഗ്ഷൻ അത് ഇൻറ്റു ഇ റേസ് ടു മൈനസ് ജെ ഒമേഗ ടി ഡി ടി. അപ്പോൾ എക്സ് ഓഫ് ടി ഇ റേസ് ടു ജെ ഒമേഗ 0 ടി ആണ് നമ്മളുടെ ഫംഗ്ഷൻ. അത് ഇൻറ്റു ഇ റേസ് ടു മൈനസ് ജെ ഒമേഗ ടി ഡി ടി ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ -ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എക്സ് ഓഫ് ടി. ആ ഇ റേസ് ടു ജെ ഒമേഗ 0 ടി ഇൻറ്റു ഇ റേസ് ടു മൈനസ് ജെ ഒമേഗ ടിയെ റീഅറേഞ്ച് ചെയ്തു, കോമൺ ഫാക്ടർ പുറത്തേക്ക് എടുത്തു. ഇ റേസ് ടു മൈനസ് ജെ ഇൻറ്റു ഒമേഗ മൈനസ് ഒമേഗ 0 ഇൻറ്റു ടി. നോക്കൂ, മൈനസ് ജെ ഇൻറ്റു ഒമേഗ ഇൻറ്റു ടി മൈനസ് ജെ ഒമേഗ ടി, മൈനസ് ജെ ഇൻറ്റു മൈനസ് ഒമേഗ 0 ഇൻറ്റു ടി പ്ലസ് ജെ ഒമേഗ 0 ടി. അപ്പോൾ രണ്ടും സാറ്റിസ്ഫൈ ചെയ്തു. അപ്പോൾ ഇ റേസ് ടു മൈനസ് ജെ പുറത്തേക്ക് ഇടുമ്പോൾ ഒമേഗ മൈനസ് ഒമേഗ 0 ടി ഒമേഗ മൈനസ് ഒമേഗ 0 ഇൻറ്റു ടി ഡി ടി. ഇനി നോക്കൂ, ഒന്ന് നന്നായിട്ടൊന്ന് ഒബ്സർവ് ചെയ്യൂ. ഇൻ്റഗ്രൽ -ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എക്സ് ഓഫ് ടി ഇ റേസ് ടു മൈനസ് ജെ ഒമേഗ ടി ഡി ടി ഇസ് ഈക്വൽ ടു എക്സ് ഓഫ് ഒമേഗ എന്ന് എഴുതാമെങ്കിൽ ഇ റേസ് ടു മൈനസ് ജെ ഒമേഗ ടി ഡി ടി അല്ലേ, അതിനെയാണ് എക്സ് ഓഫ് ഒമേഗ എന്ന് എഴുതുന്നത്. എക്സ് ഓഫ് ടി ശ്രദ്ധിച്ച് കേൾക്കുക, എക്സ് ഓഫ് ടി ഇ റേസ് ടു മൈനസ് ജെ ഒമേഗ ടി ഡി ടിയെ എങ്ങനെയാണ് എക്സ് ഓഫ് ഒമേഗ വന്നേ? ഇ റേസ് ടു മൈനസ് ജെ ടി കഴിഞ്ഞിട്ടുള്ള ഫംഗ്ഷൻ ഏതാ? ഒമേഗ. ഇ റേസ് ടു മൈനസ് ജെ ടി കഴിഞ്ഞിട്ടുള്ള ഫംഗ്ഷൻ ഒമേഗ. അങ്ങനെയാണ് എക്സ് ഓഫ് ടി ഇ റേസ് ടു മൈനസ് ജെ ഒമേഗ ടിയെ നമ്മൾ എന്ത് എഴുതിയത്? എക്സ് ഓഫ് ഒമേഗ എന്ന് എഴുതിയത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഇൻ്റഗ്രൽ -ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എക്സ് ഓഫ് ടി ഇ റേസ് ടു മൈനസ് ജെ ഓഫ് ഒമേഗ മൈനസ് ഒമേഗ 0 ഇൻറ്റു ടിയെ നമുക്ക് എന്ന് എഴുതാം? മൈനസ് ജെ ടി കഴിഞ്ഞിട്ടുള്ള ഫംഗ്ഷൻ. മൈനസ് ജെ ടി കഴിഞ്ഞിട്ടുള്ള ഫംഗ്ഷൻ ഏതാ? എക്സ് ഓഫ് ഒമേഗ മൈനസ് ഒമേഗ 0 എന്ന് എഴുതാം. ഇറ്റ്സ് ആൻസർ ഈസ് എക്സ് ഓഫ് ഒമേഗ മൈനസ് ഒമേഗ 0. ഇറ്റ്സ് ആൻസർ ഈസ് എക്സ് ഓഫ് ഒമേഗ മൈനസ് ഒമേഗ 0 വിച്ച് ഈസ് ഈക്വൽ ടു RHS. I think it is clear.